ഹായ്, എല്ലാവർക്കും ബുക്ക് ഓഫ് ജോൺ പാർട്ട് 3ലേക്ക് സ്വാഗതം. സൈരീസ് അവിടെ ഉണ്ടായിരുന്ന ഒരു സ്വിച്ചിൽ അറിയാതെ തട്ടി. പെട്ടെന്ന് സൈഡിൽ നിന്നും ഒരു ബുക്ക് താഴേക്ക് വന്നു. കൂടെ തന്നെ എന്തോ ഒന്ന് പൊട്ടുന്ന സൗണ്ടും. അവൻ അതൊന്നും ശ്രദ്ധിക്കാതെ ബുക്ക് എടുത്തു. സൈരീസിനു അത് ജോണിന്റെ ബുക്ക് ആണ് എന്ന് മനസ്സിലായി. സൈരീസ് അതെടുത്തു വായിക്കാൻ തുടങ്ങി. ഹലോ, ഞാൻ ജോൺ. ഞാൻ എഴുതിയ ഒരു ബുക്കിന്റെ ബാക്കിയാണ് ഇത്. എന്റെ പഴയ ബുക്ക് എന്നിൽ നിന്നും നഷ്ടപ്പെട്ടു. ലൈബ്രറിയിൽ ജോലി ചെയ്യുന്ന സൂരജിന് ഞാൻ കുറച്ചു പൈസ കൊടുക്കാൻ ഉണ്ടായിരുന്നു. അയാൾ ഇന്നലെ വീട്ടിൽ വരികയും ചെയ്തിരുന്നു. എന്റെ ബലമായ സംശയം എന്റെ ബുക്ക് അയാൾ എടുത്തു കാണും എന്നാണ്. എന്റെ എന്തെങ്കിലും വലിയ കണ്ടുപിടുത്തത്തിന്റെ ഭാഗമാവാം ആ ബുക്ക് എന്ന് അയാൾ കരുതി കാണും. നമുക്ക് ബാക്കി എന്റെ ജീവിതത്തിൽ സംഭവിച്ചത് നോക്കാം. ഞങ്ങൾ തിരിച്ചു വന്നപ്പോൾ തന്നെ വളരെ അധികം ക്ഷണിച്ചിരുന്നു. സൈമൺ എന്നെയും വിളിച്ചു വീട്ടിലേക്ക് പോയി. സൈമൺ: അതെ ജോൺ, ഇത് വളരെ ആവേശവും പേടിയും തോന്നിക്കുന്ന കാര്യം ആയിരുന്നു. ജോൺ: അതെ, എനിക്കും ചെറിയ പേടി ഉണ്ടായിരുന്നു. സൈമൺ: ശരി ജോൺ, എന്താണ് നിന്റെ അടുത്ത പ്ലാൻ? അപ്പോൾ ആണ് ജോൺ യിൽ കുതിര പന്തയം നടക്കുന്നത് കണ്ടത്. ജോണിന് പെട്ടെന്ന് ഒരു സഹവ് വന്നു. ജോൺ പറയാൻ തുടങ്ങി: സൈമൺ, ഇപ്പോൾ ഉള്ള ടൈം നിങ്ങൾ ശ്രദ്ധിച്ചോ? 12 മണി. ഇനി എല്ലാ ദിവസവും നമ്മൾ 10 മുതൽ 12 മണി വരെ ഇവിടെ വന്നു ഇരിക്കണം. സൈമൺ സംശയത്തോടെ ചോദിച്ചു: അതെന്തിനാണ്? ജോൺ: എന്നാൽ മാത്രമേ നമുക്ക് നമ്മുടെ ഭാവിയിൽ പോയി നാളെ ഈ കുതിര പന്തയത്തിൽ ആര് ജയിക്കും എന്ന് അറിയാൻ കഴിയൂ. നമ്മൾ അത് അറിഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു നമ്മുടെ ടൈമിൽ വന്നു നമുക്ക് ആ കുതിരയുടെ മേൽ പന്തയം കേട്ടുകയും കുറേ പണം സമ്പാദിക്കുകയും ചെയ്യാം. സൈമൺ: പക്ഷേ എന്തിനാണ് അതിനായി ഇവിടെ വന്നു ഇരിക്കുന്നത്? ജോൺ: എന്തെന്നാൽ നമ്മൾ ഭാവിയിൽ ചെല്ലുമ്പോൾ നമ്മുടെ രൂപം ഒരിക്കലും നമ്മളെ കാണാനോ നമ്മൾ അവരെ കാണാനോ പാടില്ല. അങ്ങനെ കണ്ടാൽ അതു കാരണം ഉണ്ടാവുന്ന ചെറിയ മാറ്റം പോലും നമ്മളെ വലുതായി ബാധിക്കും. സൈമണിനും കാര്യങ്ങൾ മനസ്സിലായി. അങ്ങനെ കുറച്ചുനാൾ ഇത് തുടർന്ന് ചെയ്യുകയും കുറേ പണം ഞങ്ങൾ സമ്പാദിക്കുകയും ചെയ്തു. പെട്ടെന്ന് ഒരു ദിവസം സൈമൺ അമ്മേ എന്ന് വിളിച്ചുകൊണ്ടാണ് എഴുന്നേറ്റത്. ജോൺ ഓടി വന്നു. സൈമൺ, എന്താണ് പ്രശ്നം? എന്തുപറ്റി? സൈമൺ പറഞ്ഞു: ഞാൻ അമ്മയെ സ്വപ്നം കണ്ടു. എനിക്ക് അമ്മയെ കാണാൻ തോന്നുന്നു. തീർച്ചയായും നമുക്ക് അതിന് സാധിക്കും, ജോൺ പറഞ്ഞു. സൈമൺ ഞെട്ടലോടെ ചോദിച്ചു: എങ്ങനെ? സൈമൺ: നീ നമ്മുടെ ടൈം ട്രാവലിനെ പറ്റി മറന്നോ? നമുക്ക് അതുവഴി അവരെ കാണാനും അവരെ രക്ഷിക്കാനും കഴിയും. വരൂ, റൂമിൽ ഇരുന്ന് സംസാരിക്കാം. പാസ്റ്റിൽ ഉള്ള നമ്മൾ ഇങ്ങോട്ട് വരേണ്ട സമയം ആയിരിക്കുന്നു. ശരി. അവർ രണ്ടുപേരും റൂമിലേക്ക് പോയി. സൈമൺ എന്തോ ആലോചിക്കുന്നത് ജോൺ ശ്രദ്ധിച്ചു. എന്താണ് നീ ആലോചിക്കുന്നത്? അല്ല, നമ്മുടെ അമ്മക്കും അച്ഛനും ആക്സിഡന്റ് നടക്കുന്ന സമയം നമ്മൾ ആന്റിയുടെ വീട്ടിൽ ആയിരുന്നു. അതിനാൽ തന്നെ നമുക്ക് ആ സമയവും സ്ഥലവും അറിയില്ലല്ലോ. ജോൺ ചെറുപുഞ്ചിരിയോടെ പറയാൻ തുടങ്ങി. അന്നത്തെ ഒരു പത്രം എന്റെ കയ്യിൽ ഉണ്ട്. അതിൽ സമയവും സ്ഥലവും എല്ലാം ഉണ്ട്. എന്നിട്ടും ഞാൻ ഇത്ര നാൾ എന്തുകൊണ്ട് ടൈം ട്രാവൽ ചെയ്ത് അവരെ രക്ഷിച്ചില്ല എന്നത് നിനക്ക് ഡൗട്ട് ഉണ്ടാകും എന്ന് എനിക്ക് അറിയാം. പക്ഷേ അതിന് കാരണം എല്ലാം മാറ്റുന്നതിന് മുൻപ് കുറച്ചുനാൾ അടിച്ചുപൊളിച്ചു ജീവിക്കാം എന്ന് കരുതിയിട്ടാണ്. ഇന്ന് വൈകുന്നേരം 4 മണിക്ക് നമ്മൾ ടൈം ട്രാവൽ ചെയ്ത് അമ്മയെ കാണാൻ പോകുന്നു. റെഡി ആണോ സൈമൺ? തുടരും. അപ്ഡേറ്റുകൾ ലഭിക്കാൻ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. കണ്ടതിന് നന്ദി.